എല്ലാവർക്കും നമസ്കാരം. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിലെ കേരള ഹിസ്റ്ററി ടോപ്പിക്ക് നമ്മളിങ്ങനെ എടുത്തു വരികയാണ്. SCERT ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളും 2021 മുതൽ 25 വരെ PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് കേരള ഹിസ്റ്ററി നമ്മൾ തീർക്കാൻ പോകുന്നത് അല്ലേ. ഇത് 6ാമത്തെ ക്ലാസ് ആണ്. VFA, BIBCO, LDE അതുപോലെ ഇനി വരാൻ പോകുന്ന ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഇതിനു മുമ്പ് 5 ക്ലാസ് ഇട്ടുണ്ട്, പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കേരളം ആധുനികതയിലേക്ക് എന്ന ഓൾഡ് SCERTയിലെ ലെസൺ ആണ് ഇപ്പോൾ ഈ ക്ലാസ്സിലുള്ളത് കേട്ടോ. കേരളം ആധുനികതയിലേക്ക്, ഓക്കെ ആണോ? കേരളം ആധുനികതയിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മള് അനീതിയിൽ നിന്നും നീതിയിലേക്ക് ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന ലെസൺ പുതിയ SCERTയുടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. നവകേരള സൃഷ്ടിക്കായി എന്ന വേറൊരു പുതിയ പഴയ SCERT ലെസൺ കഴിഞ്ഞു. ഇത് 4ാമത്തെ SCERT ബേസ് ചെയ്തിട്ടുള്ള 4ാമത്തെ ലെസണിന്റെ ക്ലാസ് ആണ് കേട്ടോ. പഴശ്ശി കലാപങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ SCERTയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നോക്കാം. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജകുടുംബമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏത് രാജകുടുംബമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജകുടുംബത്തിലെയാണ് കേട്ടോ. പഴശ്ശി ശക്തമായ ഒളിപ്പോര് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കറും കൈത്തേരി അമ്പു നായർ, അതുപോലെ എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താലാണ് എന്ത് ചെയ്തത്? ഒളിപ്പോര് നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവരുടെ ഒക്കെ സഹായം കൊണ്ടാണ് കേരളവർമ്മ എന്ത് ചെയ്തത്? ഒളിപ്പോര് നടത്തിയത്. ആരൊക്കെയാണ്? ഒന്ന് ചെമ്പൻ പോക്കർ, പഠിച്ചോ? ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു വയനാട്ടിലെ കുറിച്യരുടെ നേതാവായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വയനാട്ടിലെ കുറിച്യരുടെ നേതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. തലക്കൽ ചന്തു ആണ്. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എപ്പോഴാണ്? 1805 നവംബർ മാസം 30-ാം തീയതിയാണ്. എപ്പോഴാണ് പഴശ്ശി വധിക്കപ്പെട്ടത്? 1805 നവംബർ മാസം 30-ാം തീയതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുണ്ഠറ വിളംബരം നടന്നത് 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി വിത്ത് മാസം ഡേറ്റ് പഠിക്കണം കേട്ടോ. കുണ്ഠറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയാണ് കുണ്ഠറ വിളംബരം, പഠിച്ചു വെക്കണം. കുണ്ഠറ വിളംബരം നടന്നത് 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. ഇനി ബ്രിട്ടീഷിന്റെ റെസിഡന്റിന്റെ ഔദ്യോഗിക വസതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുണ്ഠറ വിളംബരത്തോടനുബന്ധിച്ചിട്ടൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതാണ് അല്ലെ. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേലുത്തമ്പി ദളവ കാരണം ഒരുപാട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളിലെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെടും എന്ന് കണ്ട വേലുത്തമ്പി ദളവ എന്ത് ചെയ്യാണ്? അവരുടെ കയ്യിൽ അകപ്പെടുന്നതിനേക്കാൾ നല്ലത് സ്വയം ആത്മഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് മണ്ണടി ക്ഷേത്രത്തിൽ കേട്ടോ. മണ്ണടി ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. എന്നിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ എന്നാലും ബ്രിട്ടീഷുകാർക്ക് വേലുത്തമ്പി ദളവയോടുള്ള വിദ്വേഷം എന്താ പറയുക തീർക്കണല്ലേ, അവർക്ക് ആ ദേഷ്യം തീർക്കണല്ലേ. ആ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ? അദ്ദേഹം ആത്മഹത്യ ചെയ്ത ബോർഡിനെ എടുത്തിട്ട് കെട്ടിത്തൂക്കി. അതായത് അത്രയും വികൃതമായിട്ട് അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ടായിരുന്നു. കെട്ടിത്തൂക്കിയത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൊച്ചിയിലെ രാജാവായിരുന്നു പാലിയത്തച്ഛൻ അല്ലെ. പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലേക്ക് കേട്ടോ. കാരണം ഈ കുണ്ഠറ വിളംബരത്തോടനുബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ സമരങ്ങൾ ചെയ്തു, വേലുത്തമ്പി ദളവ ചെയ്തു അല്ലെ. അതിനോടൊപ്പം വേലുത്തമ്പിയോടൊപ്പം ഉണ്ടായിരുന്നതാണ് ആര്? പാലിയത്തച്ഛൻ കേട്ടോ. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാട് കടത്തുകയും ചെയ്തു. വേലുത്തമ്പി ദളവ സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ ആത്മഹത്യ ചെയ്തത് എവിടെയായിരുന്നു? മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ ശവശരീരത്തിനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് കണ്ണമ്മൂലി കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കാം. ഒന്ന് റിവിഷൻ ചെയ്യാം. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജകുടുംബത്തിലെയാണ്. അത് പഠിച്ചല്ലോ അല്ലെ. പഴശ്ശിരാജ ശക്തമായിട്ടുള്ള ഒളിപ്പോരുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കറും കൈത്തേരി അമ്പു നായരും എടച്ചേന കുങ്കൻ നായരും തലക്കൽ ചന്തു ഒക്കെയാണ്. പഴശ്ശി വധിക്കപ്പെട്ടത് എപ്പോഴാ? 1805 കേട്ടോ. 5 കുണ്ഠറ വിളംബരം 9
മനസ്സിലായോ? വധിക്കപ്പെട്ടത് 1805 നവംബർ 30 പഠിക്കണം കേട്ടോ. നവംബർ 30. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ശവശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്ത് കണ്ണമ്മൂലിയിലാണ്. പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലേക്കാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നത്, അതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തത് നാളികേരം, അതുപോലെ ശർക്കര, കശുവണ്ടി, കുരുമുളക്. കുരുമുളക് നമുക്ക് കോമൺ ആയിട്ട് അറിയാലോ, അവർക്ക് കുരുമുളക് ആയിരുന്നു അല്ലെ ഈ കേരളത്തിനെ ഇത്രയും ആക്രമിക്കാൻ, ബ്രിട്ടീഷുകാരെ ഇത്രയും ആക്രമിക്കാൻ ഇടയാക്കിയത് നമ്മുടെ സംസ്ഥാനത്തുള്ള കുരുമുളക് തന്നെയാണ്. പിന്നെ അടയ്ക്ക, ഇരുമ്പയിര്, ഇതൊക്കെയാണ് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തത് തുണിത്തരങ്ങളും മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തില് ബ്രിട്ടീഷുകാരുടെ വ്യാപാര നിയമങ്ങൾ, എന്തൊക്കെ വ്യാപാര നിയമങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്? നാണയ വ്യവസ്ഥ ഏകീകരിച്ചിട്ടുണ്ടായിരുന്നു. നാണയ വ്യവസ്ഥ ഏകീകരിച്ചു. അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കി. റോഡുകൾ, പാലങ്ങൾ, റെയിൽ പാളങ്ങൾ ഒക്കെ പണിതു കേട്ടോ. റോഡുകൾ പണിതതും പാലങ്ങളും അതുപോലെ റെയിൽ പാളങ്ങളും ഒക്കെ പണിതു. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങളെ വികസിപ്പിച്ചു. ഇതൊക്കെ ഇവിടെ ഈ തുറമുഖങ്ങളെ വികസിപ്പിക്കാൻ കാരണം എന്താണ്? ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. റോഡുകളും പാലങ്ങളും റെയിലും എന്തിനാണ്? അവർക്ക് ചരക്ക് ഗതാഗതം എന്താണ് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇത് കൊണ്ടുവന്നത്. അല്ലാണ്ട് കേരളത്തിൽ റെയിൽ കൊണ്ടുവരാനും പാലം കൊണ്ട് റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാരണം അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നാണയ വ്യവസ്ഥ ഏകീകരിച്ചു. അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കി. റോഡുകള്, പാലങ്ങള്, റെയിൽ പാളങ്ങൾ പണിതു. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴയിലെ തുറമുഖങ്ങളൊക്കെ എന്ത് ചെയ്തു? വികസിപ്പിച്ചു. ഇനി കേരളത്തില് ആദ്യമായിട്ട് റെയിൽപാത കൊണ്ടുവരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 നിർമ്മിച്ചത്. ഓക്കെയാണ്. 1863 നിർമ്മിച്ചത്. ഓക്കെയാണോ? മാപ്പിള കലാപം അന്വേഷിക്കാൻ 1921 മാപ്പിള കലാപം നടക്കുന്നത് അല്ലെ. ആ മാപ്പിള കലാപത്തെ അന്വേഷിക്കാൻ ഏത് കമ്മീഷനെയാണ് നിയമിച്ചത്? വില്യം ലോഗൻ കമ്മീഷൻ ആണ് കേട്ടോ. എന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ഓക്കെ, ഞാൻ PQ പറയുന്നില്ല കേട്ടോ മക്കളെ, ഞാൻ എഴുതുന്നുണ്ട്. മലബാർ കുടിയായ്മ നിയമം. മലബാർ കുടിയായ്മ നമ്മള് കൊച്ചി കുടിയായ്മ നിയമം, തിരുവിതാംകൂർ കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം പഠിക്കാനുണ്ട് അല്ലെ. 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1929. മനസ്സിലായോ? അപ്പൊ ഇവിടെ പഠിക്കണം. നമ്മുടെ കേരളത്തില് ആദ്യത്തെ റെയിൽപാത കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. വർഷം എപ്പോഴാ? 1808 കേട്ടോ. 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. അതുവരെ പഠിച്ചല്ലോ, 3 പഠിച്ചല്ലോ. മാപ്പിള കലാപം 1921 നടന്നതാണ് മാപ്പിള കലാപം. മാപ്പിള കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വില്യം ലോഗൻ കമ്മീഷൻ ആണ്. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. ഇനി പഠിക്കണേ. 1865 പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കുന്നത്. ആയില്യം തിരുനാളാണ് അല്ലെ. ആയില്യം തിരുനാളാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കുന്നത്. 1896 ജന്മി കുടിയായ്മ നിയമം തിരുവിതാംകൂറില്. 1914 കൊച്ചി കുടിയായ്മ നിയമം, 1929 മലബാർ കുടിയായ്മ നിയമം. 3 കുടിയായ്മ നിയമവും പഠിക്കണേ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. നമ്മൾ ഇത് 3 തിരുവിതാംകൂർ പഠിക്കുമ്പോൾ 3 പഠിക്കാറ് അല്ലെ. 1896 ജന്മി കുടിയായ്മ നിയമം എവിടെ വരുന്നത്? തിരുവിതാംകൂർ ജന്മി കുടിയായ്മ നിയമം. 1914 കൊച്ചി കുടിയായ്മ നിയമം. 1929 മലബാർ കുടിയായ്മ നിയമം. പഠിക്കണം കേട്ടോ. ഇനി തേക്ക് തോട്ടം നിലവിൽ വന്നു. എവിടെ? നിലമ്പൂരില് അല്ലെ. കെനോലിയുടെ നേതൃത്വത്തിലാണ്. 1823 to 1838 കാലഘട്ടത്തിലാണ് തേക്ക് തോട്ടം അല്ലെ. ഏറ്റവും വലിയ തേക്ക് തോട്ടം നിലമ്പൂരില്. അത് പിന്നീട് എന്തറിയപ്പെട്ടു? കെനോലി പ്ലോട്ട് എന്ന് അറിയപ്പെട്ടു. കെനോലി പ്ലോട്ട് ഏതാ?
ചോദിച്ചിട്ടുണ്ട്. കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നത് നിലമ്പൂരിലെ തേക്ക് തോട്ടമാണ് കേട്ടോ. കനോലി പ്ലോട്ട് എന്നറിയപ്പെട്ടു. വെളിച്ചെണ്ണ വ്യവസായ കേന്ദ്രം എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ വ്യവസായ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളത്തില് ആലപ്പുഴയിലാണ്. ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ്? ആലപ്പുഴയിലാണ്. 1859 കശുവണ്ടി ഫാക്ടറി കൊല്ലത്താണ്. ഓട്ട് കമ്പനി ഫറോക്ക് കൊല്ലം, അതേപോലെ തൃശ്ശൂർ ഒല്ലൂര് കേട്ടോ. തൃശ്ശൂരിലെ ഒല്ലൂരുമാണ് കേട്ടോ ഓട്ട് കമ്പനികൾ സ്ഥിതി ചെയ്യുന്നത്. ഫറോക്കിലും കൊല്ലത്തിലും ഒല്ലൂരും. ഒല്ലൂർ എവിടെയാ? തൃശ്ശൂരാണ്. കൈത്തറി നിർമ്മാണശാലകൾ എവിടെയൊക്കെയാണ്? കണ്ണൂരും കോഴിക്കോടും. ബീഡി വ്യവസായത്തിന് പ്രശസ്തി എവിടെയാ? കണ്ണൂരാണ് കേട്ടോ. അപ്പൊ പ്രശസ്തമായ തേക്ക് തോട്ടം എവിടെയെന്ന് ചോദിച്ചാൽ നിലമ്പൂരിലാണ്. അത് കനോലി പ്ലോട്ട് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. വെളിച്ചെണ്ണ വ്യവസായത്തിന് പ്രധാന പേര് കേട്ടത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. പിന്നെ കശുവണ്ടി ഫാക്ടറിക്ക് പ്രധാനം കൊല്ലമാണ്. കശുവണ്ടി. ഓട്ട് കമ്പനിക്ക് പ്രശസ്തം ഫറോക്ക്, കൊല്ലം, ഒല്ലൂര്. കൈത്തറി നിർമ്മാണശാലയ്ക്ക് കണ്ണൂരും കോഴിക്കോടും. ബീഡി വ്യവസായത്തിന് കണ്ണൂര്. ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാ വന്നത്? ആലപ്പുഴയിലാണ്. 1859 അല്ലെ. ഡാറാസ്മെയിലാണ് അല്ലെ ആദ്യത്തെ കയർ ഫാക്ടറി. ഡാറാസ്മെയിൽ. ഇനി നമ്മുടെ കേരളത്തില് ആധുനിക വ്യവസായശാലകളൊക്കെ വന്നു. ഇപ്പോ 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് കേരളത്തിൽ ആധുനിക വ്യവസായശാലകൾക്ക് തുടക്കം കുറിക്കുന്നത്. ആധുനിക വ്യവസായശാലകൾക്ക് തുടക്കം കുറിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് കേരളത്തില്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ എന്ത് ചെയ്തു? ബാങ്കുകള് നിലവിൽ വന്നു അല്ലെ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ എന്ത് ചെയ്തു? ഇവിടെ ശ്രദ്ധിക്കണം. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ കേരളത്തില് എന്ത് ചെയ്തു? ആധുനിക വ്യവസായശാലകൾ സ്ഥാപിച്ചു. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ബാങ്കുകൾ നിലവിൽ വന്നു. ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് അല്ലെ. ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. പിന്നെ ഇംപീരിയൽ ബാങ്ക് അല്ലെ. ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് ഇതൊക്കെ പിന്നീടായിട്ട് നിലവിൽ വരികയും ചെയ്തു. ആധുനിക വ്യവസായശാലകൾ നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമായത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ആയിട്ടാണ് അല്ലെ. കേരളത്തിലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ആയിട്ടാണ് വന്നത്. പിന്നീട് ബാങ്കുകൾ നിലവിൽ വന്നു. ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്, വെരി ഇമ്പോർട്ടന്റ്. അപ്പു നെടുങ്ങാടി അല്ലെ. നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകനാരാ? അപ്പു നെടുങ്ങാടി. ഇനി ഇംപീരിയൽ ബാങ്കുകൾ വന്നു, ഇന്റർനാഷണൽ ബാങ്കുകൾ വന്നു, ചാർട്ടേഡ് ബാങ്കുകളൊക്കെ വന്നു. ഇനി പുനലൂർ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. പുനലൂർ തൂക്കുപാലം നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കളമശ്ശേരിയിലെ FACT എറണാകുളത്താണ് അല്ലെ. കളമശ്ശേരിയിലെ, അതായത് ഈ രാസവള നിർമ്മാണശാലയാണ് കേട്ടോ. FACT എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ് കേട്ടോ. കളമശ്ശേരിയിലെ ഫാക്ട് FACT എറണാകുളം. കുണ്ടറ സെറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ്. അളഗപ്പ തുണിമില്ല് കൊച്ചിയിലാണ് കേട്ടോ. പുനലൂർ പേപ്പർ മില്ല് കൊല്ലത്താണെങ്കിൽ കളമശ്ശേരിയിലെ ഫാക്ട് എവിടെയാണ്? FACT എറണാകുളത്താണ് അല്ലെ. കുണ്ടറ സെറാമിക്സ് കൊല്ലത്താണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയാണ്. അളഗപ്പ തുണിമില്ലും കൊച്ചിയിലാണ്. നമ്മുടെ കേരളത്തില് അച്ചടിശാല സ്ഥാപിച്ചു, അച്ചടി തുടങ്ങിയത് യൂറോപ്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കേരളത്തില് അച്ചടി ആരംഭിച്ചത് യൂറോപ്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടവും ഒക്കെ തയ്യാറാക്കിയത് ആരാണ്? ജെസ്യൂട്ട് മിഷണറിമാരാണ്. വ്യാകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള വ്യാകരണ ഗ്രന്ഥങ്ങള്. ആ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം, മലയാളം ഇംഗ്ലീഷ് വ്യാകരണ ഗ്രന്ഥം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും ഒക്കെ തയ്യാറാക്കപ്പെട്ടത് ആരുടേതല്ലാണ്? ജെസ്യൂട്ട് മിഷണറിമാരുടേതാണ്. ഈ ജെസ്യൂട്ട് മിഷണറിമാർ പറഞ്ഞ ആരൊക്കെയാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്, അന്നസ് കാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഹാർമൻ ഗുണ്ടട്ട് ഇവരൊക്കെയാണ് ജെസ്യൂട്ട് മിഷണറിമാർ എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് കാതിരിയാണ്. അർണോസ് കാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം
സംക്ഷേപ വേദാർത്ഥമാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ സംക്ഷേപ വേദാർത്ഥമാണ്. ഇംഗ്ലീഷ് മലയാള നിഘണ്ടു, ഫസ്റ്റ് ഇംഗ്ലീഷ് വരികയാണെങ്കിൽ അല്ലെ, ഇംഗ്ലീഷ് മലയാള നിഘണ്ടു ആണെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലി. പിന്നെ ഫസ്റ്റ് മലയാളം വരണം അല്ലെ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെങ്കിൽ ഹെർമൻ ഗുണ്ടർത്താണ്. രാജ്യസമാചാരം പത്രം അതുപോലെ പശ്ചിമോദയം പത്രം ഒക്കെ തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർത്താണ്. എവിടെ നിന്നാണ് രാജ്യസമാചാരം പുറത്തിറക്കിയത്? തലശ്ശേരിയിൽ നിന്നാണ് അല്ലെ. ആദ്യത്തെ പത്രമാണ് അല്ലെ, ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. രണ്ടാമത്തെയാണ് ഏത്? പശ്ചിമോദയം എന്ന് പറയുന്നത്. രാജ്യസമാചാരം ഒക്കെ പുറത്തിറക്കിയത് എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ്, ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ നമ്മുടെ കേരളത്തില് അച്ചടിശാലകളൊക്കെ തുടങ്ങിയത് യൂറോപ്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ്. വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും ഒക്കെ തയ്യാറാക്കിയത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് അല്ലെ. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയുമാണ്. ആദ്യത്തെ നിഘണ്ടു, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. ഇല്ലേ, എക്സാം ഹാളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആകും, അവിടെ ബെഞ്ചമിൻ ആണോ അർണോസ് ആണോ ഒക്കെ കൺഫ്യൂഷൻ ആകും അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണം പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഗ്രാമറുകൾ അല്ലെ, അങ്ങനെ കണക്ട് ചെയ്യുക. ഗ്രാമർ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ 10 മാർക്ക് മലയാളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുമ്പോ വൊക്കാബുലറി ഒക്കെ പഠിക്കാം മലയാളത്തിൽ, പക്ഷെ ഗ്രാമർ പഠിക്കാൻ നല്ല കഷ്ടമാണ് അല്ലേ. അപ്പൊ ഈ വ്യാകരണം ആരാ തയ്യാറാക്കിയത്? ഫ്രാൻസുകാരാണോ എന്ന് ചിന്തിക്കുക കേട്ടോ. ഈ ഫ്രാൻസുകാരെ കൊണ്ട് തോറ്റൂലേ മലയാളം ഗ്രാമർ പഠിക്കാൻ പോയ. നമ്മളൊക്കെ മലയാളികളാണെങ്കിലും മലയാളം ഗ്രാമർ പഠിക്കാറില്ലേ, എക്സാം ഹാളിൽ നല്ല സന്ധികളും ഒക്കെ ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പൊ ഫ്രാൻസുകാരാണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് എന്ന് പറഞ്ഞിട്ട് ആഞ്ചലോസ് ഫ്രാൻസിസ് കണക്കാക്കാം. ഇനി നിഘണ്ടു, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് രാത്രി ഉറക്കം ഒഴിച്ചിട്ടാണ് അല്ലെ. പാതിരയ്ക്ക് ഉറക്കം ഒഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കുന്നത്. അങ്ങനെ അർണോസ് പാതിരി എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. പിന്നെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ഫസ്റ്റ് നമ്മുടെ മലയാളത്തിനാണ് ഇവിടെ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് അല്ലെ. മലയാളത്തിന് ആദ്യം പ്രിഫറൻസ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ കൊടുക്കാം കേട്ടോ. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ട്, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആണെങ്കിൽ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? തയ്യാറാക്കിയില്ലേ. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചിൽ ഇരുന്നിട്ട് തയ്യാറാക്കി. നമ്മുടെ മലയാള മാതൃഭാഷയാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ടിന് കൊടുക്കുക. വ്യാകരണ ഗ്രന്ഥമാണെങ്കിൽ വ്യാകരണ ഗ്രന്ഥം ഫ്രാൻസുകാരെ നമ്മളെ ചതിച്ചില്ലേ, ഫ്രാൻസുകാരാണ് തയ്യാറാക്കിയത്. അങ്ങനെയാണെങ്കിൽ ആഞ്ചലോസ് ഫ്രാൻസിസ്. ആദ്യത്തെ നിഘണ്ടു പാതിരയ്ക്ക് ഇരുന്നിട്ടാണ് അത് ചെയ്തത്, നിഘണ്ടു തയ്യാറാക്കിയത് അല്ലെ, അർണോസ് പാതിരി. രാജ്യസമാചാരം ഒക്കെ പുറത്തിറക്കിയത് എവിടെ നിന്നാണ്? ആദ്യമായിട്ട് തലശ്ശേരിയിൽ നിന്നാണ് കേട്ടോ, ഹെർമൻ ഗുണ്ടർട്ടാണ്. പശ്ചിമോദയം അതും ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി ലണ്ടൻ മിഷൻ സൊസൈറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലെ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അവർ പ്രവർത്തിച്ചത് എവിടെയാണ്? തിരുവിതാംകൂർ ബേസ് ചെയ്തിട്ടാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയോ കൊച്ചിയും തിരുവിതാംകൂറിലുമായിട്ടാണ് എന്ത് ചെയ്തത്? ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയായിരുന്നു? മലബാറിലായിരുന്നു കേട്ടോ. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനം മലബാറിലായിരുന്നു. 3 പഠിച്ചു വെക്കണേ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവിതാംകൂറിലും, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം കൊച്ചിയിലും തിരുവിതാംകൂറിലുമായിട്ടാണെങ്കിൽ ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷന്റേത് മലബാറിലാണ്. ഈ എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി 1817ലാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായി. പ്രൈമറി വിദ്യാഭ്യാസം കണ്ടോ, പാർവതി ബായി 1817 ഒന്ന് കുറച്ച് 17 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടാണ് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായി. 1897ലാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ജാതിയുടെയും മതത്തിന്റെ പേരിലുമുള്ള ഇവിടത്തെ ചൂഷണം അല്ലേ, അത് കണ്ടിട്ടാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് 1897. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതികളാണ് ദൈവദശകവും ആത്മോപദേശ ശതകവും. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം. ദൈവദശകത്തിലെ വരികൾ ഒന്ന് നോക്കൂ. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ദൈവദശകത്തിലെ വരികളാണ്.
അവനവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യമായി ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാഭരിക്കുന്നവർ പരന്ന സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിലെ 24-ാം ശ്ലോകത്തിലെ വരികളാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതികളാണ് ദൈവദശകവും ആത്മോപദേശ ശതകവും. ആഴമേറും നിൻ മഹസാമാഴിയിൽ അത് ആരുടേതാണ്? ദൈവദശകത്തിലെ വരികളാണെങ്കിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന വരികൾ ഏൽത്തിയാണ്? ആത്മോപദേശ ശതകത്തിലെ 24-ാം ശ്ലോകത്തിലുള്ള വരികളാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ഏത് വർഷമാണ്? 1897 അല്ലേ? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആണ്. ഏത് വർഷം? 1817. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ചർച്ച് മിഷൻ കൊച്ചി അല്ലേ? അല്ലേ? കൊച്ചി ചർച്ച് മിഷൻ കൊച്ചി, തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറില്. ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 3/8 അല്ലെ? 1888. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെ എന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1822 ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത് അല്ലെ? ഒന്നാം ചാന്നാർ ലഹള 1822 നടക്കുമ്പോൾ ആ ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ അല്ലെ അതുമായിട്ട് സഹകരിച്ച തിരുവിതാംകൂർ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വൈകുണ്ഠ സ്വാമികൾ. എന്നാൽ 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അനുമതി നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി നമ്മുടെ ഉത്രം തിരുനാളാണ്. ജാതിമേതം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവി ക്ഷേത്രത്തിലാണ് കേട്ടോ. അരുവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടന്നു പറഞ്ഞില്ലേ? ആ ശിവപ്രതിഷ്ഠ അരുവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഗുരു രേഖപ്പെടുത്തിയ വാക്കുകളാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സർവമത സമ്മേളനം. ആലുവ സർവമത സമ്മേളനം നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924-25 വൈക്കം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണോ വൈക്കം ക്ഷേത്ര സത്യാഗ്രഹം? അല്ല, വൈക്കം ക്ഷേത്രത്തിന്റെ 4 ഭാഗങ്ങളിലൂടെ ചുറ്റുഭാഗങ്ങളിലൂടെ നടക്കാൻ, പൊതുവഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം 1925. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 4-5 രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന ജാഥ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്? സവർണ ജാഥ. സവർണ ജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുണ്ട്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK പത്മനാഭനാണ് അല്ലെ? 1923 കാലഘട്ടത്തില് നമ്മുടെ കാക്കിനട INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC സമ്മേളനത്തില് ഐത്താചരണത്തിൽ പ്രമേയം ഐത്തത്തിനെതിരെ പ്രമേയം പാസാക്കിയത് TK മാധവനാണ്. 1923 കാലഘട്ടത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് കേട്ടോ. 31 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു K കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ AKG ആയിരുന്നു. നമുക്കൊന്നും കൂടി പഠിക്കാം. ഈ തന്നിട്ടുള്ള ഈ ഭാഗം ഫുള്ളും എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം പറയണം നോക്കാതെ തന്നെ നോക്കണേ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 1859 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാൻ അനുമതി നൽകിയത്
ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ആരുടെ വാക്കുകളാണ്? ഗുരു. ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സർവമത സമ്മേളനം എന്ന് പറഞ്ഞത്. ഏത് സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ്? ആലുവ സർവമത സമ്മേളനത്തിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം കാലഘട്ടം 1924-25. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ AKG. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം വെരി ഇമ്പോർട്ടന്റ് ആണ്. 1936 നവംബർ 12. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അല്ലെ? ശ്രീ ചിത്തിര തിരുനാൾ. അത് ആ ലെസണിൽ പറയുന്നില്ല മക്കളെ. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 36 നവംബർ 12 വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? സമത്വ സമാജം. ആരുടെ സമത്വ സമാജം എന്ന സംഘടന ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയും അതുപോലെ സംബന്ധം, മരുമക്കത്തായം ഇതൊക്കെ കൊണ്ടുവന്നത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ നാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് ശ്രീ നാരായണ ഗുരു. കുര്യക്കോസ് ഇലിയാസ് ചാവറയാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചത്. അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വാഗ്ഭടാനന്ദന്റേതാണ് ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം കൊണ്ടുവന്നത്. പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിക്കുന്നത്. VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. കുമാര ഗുരുദേവനാണ് അല്ലെ? പൊയ്കയിൽ യോഹന്നാന്റെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരേ വ്യക്തി തന്നെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം 1936 നവംബർ മാസം 12-ാം തീയതിയാണ് കേട്ടോ. നവംബർ 12 ഓക്കെ. ആരാണ് തിരുവിതാംകൂർ ഭരണാധികാരി? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം ആരുടേതാണ്? എല്ലാം ഈ തന്നും ഫുള്ളും പ്രീവിയസ് ആണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. ചട്ടമ്പി സ്വാമികളാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയും മരുമക്കത്തായവും സംബന്ധങ്ങളും ഒക്കെ നടപ്പിലാക്കിയത്. ചട്ടമ്പി സ്വാമികൾ ശ്രീ നാരായണ ഗുരുവിൻ്റെതാണ് SNDP ശ്രീ ധർമ്മ പരിപാലന യോഗം. കുര്യക്കോസ് ഇലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചത്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. വാഗ്ഭടാനന്ദന്റേതാണ് ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പന്റേതാണ് സഹോദര പ്രസ്ഥാന. പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി NSS. VT ഭട്ടതിരിപ്പാടിന്റേതാണ് യോഗക്ഷേമ സഭ. കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹനൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അവിടെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെയാണോ? അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സോട് കൂടിയിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഒരു ക്ലാസ്സോട് കൂടിയിട്ട് കേരളം ആധുനികതയിലേക്ക് എന്ന ലെസൺ കൂടെ കംപ്ലീറ്റ് ആകും. അപ്പൊ നമ്മള് കേരള ഹിസ്റ്ററിയില് ഇപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും മക്കളെ 7 ക്ലാസ്സായി. 7 ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ എത്ര ലെസൺ കഴിഞ്ഞു? 4 ലെസൺ കേട്ടോ. എല്ലാ പോയിന്റും പേടിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ ലെസൺ വായിക്കാനൊന്നും നിൽക്കണ്ട. തന്നിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് എഴുതൽ നടക്കില്ല കേട്ടോ. എഴുതൽ നടക്കില്ല. എഴുതാൻ തന്നെ നമുക്ക് സമയം കിട്ടുള്ളൂ. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുത്തിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. നാളെ ഫുള്ളായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം കേട്ടോ. ഈ ക്ലാസ്സുകൾ തന്നിട്ടുള്ളത് ഫുള്ളും റിവിഷൻ ചെയ്യണം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെ അഡീഷണൽ പോയിന്റ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. എക്സാം അതായത് നാളേക്ക് ഞാനൊരു 20 ക്വസ്റ്റ്യൻ
അടങ്ങിയ ഒരു വീഡിയോ ഇട്ട് തരാം. ഓക്കെ, നാളെ കേട്ടോ. നാളേക്ക് ഒരു 20 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള വീഡിയോ ഇട്ട് തരും. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ടല്ലോ, അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇടും. ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 20 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ താഴെ കമന്റ് ചെയ്യാതിരുന്നാൽ ഞാൻ എക്സാം നടത്തില്ല കേട്ടോ. എനിക്ക് പറ്റില്ല. കാരണം നിങ്ങൾ കണ്ടു, നിങ്ങൾ അവിടെ ഇരുന്ന് എഴുതി, അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒക്കെ ഒരു പരസ്പര ഒരു ഇതിലല്ലേ, വ്യൂഷനിലല്ലേ പോണത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് തരുന്ന സമയത്ത് 20 ക്വസ്റ്റ്യന്റെയും ആൻസർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് താഴെ നിങ്ങൾ എഴുതിയിട്ട് തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പഠിക്കണ്ട, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി നമ്മൾ ഇതിങ്ങനെ ചെയ്ത് പോകും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് ആ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിന്നീട് മറക്കില്ല. കാരണം നിങ്ങൾ എഴുതി അവിടെ, അത് ടൈപ്പ് ചെയ്തു, ഇന്നത് ടൈപ്പ് ചെയ്തു ക്വസ്റ്റ്യൻ കേൾക്കണ്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഈ 6 SCRT ലെസൺ ഇട്ടിട്ടുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം അനുബന്ധ വിവരങ്ങൾ ഞാൻ ആ ക്ലാസ്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മൺഡേ മുതൽ എന്തായാലും നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. രാവിലെ നമ്മൾ ഒന്നില്ലെങ്കിൽ രാവിലെ SCRT ഇടും, രാവിലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. ഉച്ചയ്ക്ക് എന്താണ് നോക്കാം. ഒരു ദിവസം 2 ക്ലാസ് വെച്ചിട്ട് ഞാൻ പരമാവധി ക്ലാസ്സുകൾ തരും കേട്ടോ. തിങ്കളാഴ്ച മുതൽ 2 ക്ലാസ് ഇടണം. എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് സമാധാനത്തിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. കൂടെ ഉണ്ടാവണം കേട്ടോ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും നന്നായിട്ട്. പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും LGS ലെവലുള്ള മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എടുക്കാട്ടെ. ഇപ്പൊ മെയിൻസിന്റെ വേണ്ടല്ലോ, 10ാം ക്ലാസ് മെയിൻസിന്റെ വേണ്ട. കാരണം സുപ്രധാന നിയമങ്ങളും ഭരണ സംവിധാനത്തിന്റെ ഒന്നും ഇപ്പൊ നമ്മൾ അതിന്റെ കൂടെ കൂട്ടിക്കഴിക്കേണ്ട. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ചിലപ്പോൾ ഒരു 20 ക്വസ്റ്റ്യനെ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. പക്ഷെ ആ 20 ക്വസ്റ്റ്യനും നന്നായിട്ട് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം നമ്മൾ ഇതിന്റെ ബാലൻസ് ഉള്ള 20 ക്വസ്റ്റ്യൻ എടുക്കാം, അതിന്റെ ബാലൻസ് 20 ക്വസ്റ്റ്യൻ എടുക്കാം. നന്നായിട്ട് പഠിച്ചു. അപ്പൊ നമ്മൾ എല്ലാ മേഖലയിലൂടെ ഡെയിലി പോവുകയും ചെയ്യും. ഇവിടെ SCRTയും നമ്മൾ ഒതുക്കി വരുന്നുണ്ടാവും കേട്ടോ. അതേപോലെ SCRT മാത്രമാണോ നമ്മുടെ ടോപ്പിക്? അല്ല അല്ലെ. 2021 മുതൽ 25 വരെ നടത്തിയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ട് ഈ സബ്ജക്ട് വൈസ്, ഇപ്പൊ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേരള ഹിസ്റ്ററിയിൽ 21 മുതൽ 25 വരെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചോ അത് LGS നിലവാരത്തിലും 10, അതേപോലെ +2 ഡിഗ്രി നിലവാരത്തിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് ഇട്ട് തരും കേട്ടോ. അതും കൂടി പഠിക്കുമ്പോൾ അവിടെ സെറ്റായി. അത് മതി. കാരണം ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് തരുന്നുണ്ടല്ലോ, അത് മതി കേട്ടോ. അത് നന്നായിട്ട് പഠിച്ചു പോവുക. നമുക്ക് എന്നിട്ട് വേണം അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കാൻ അല്ലേ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ 7ാമത്തെ ക്ലാസ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി കഴിഞ്ഞു. അത് കേരള ഹിസ്റ്ററി കഴിഞ്ഞാൽ നമ്മൾ SCRT കഴിഞ്ഞു. അപ്പം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 2021-25 ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ആഡ് ചെയ്തുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇവിടെ പൊയ്ക്കോട്ടെ കേട്ടോ. അങ്ങനെ പോകാം. തീർച്ചയായിട്ടും 20 ക്വസ്റ്റ്യൻ ഇട്ട് വരുമ്പോൾ താഴെ കമന്റ് ചെയ്യണം. ആൻസറുകൾ 3-4 പേര് മാത്രം താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പിന്നെ ഞായറാഴ്ച എക്സാം ഇവിടെ നിർത്തും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലതുവശത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരണം കേട്ടോ. നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം അവരോട് ഷെയർ ചെയ്യുക, കാണാൻ പറയുക. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ ക്ലാസ്സും ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ടെലിഗ്രാമിൽ മാത്രം, ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല അല്ലേ, നമ്മുടെ ടെലിഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ഇടയിൽ കൂടെ കുറേ കുത്തിക്കേറ്റിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് മേലേക്ക് പോയാൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അത് നന്നായിട്ട് ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് കമൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. നാളെ 20 ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ.